മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ 2 പേർക്ക് ബിഗ് ബോസ് ഒരു പനിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, മിണ്ടാണ്ടിരിക്കണം. അത് അനുമോൾക്കും അതേപോലെ തന്നെ നെവിനുമാണ്. അവർ സംസാരിക്കാൻ പാടില്ല, ആംഗ്യ ഭാഷയിലെല്ലാം കാണിക്കാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ അപ്പാനി അനുമോളെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന അത്രയും അതൊരു നല്ല ഫണ്ണി ടാസ്ക്കായി എടുക്കാതെ അതിന് അനുമോളെ നീ നശിച്ചു പോകും, നീ നശിച്ചു പോകും, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നീ നശിച്ചു പോട്ടെ, നീ ഒരു കുഴി വീഴട്ടെ, നീ ഇല്ലാതാകും, നിൻ്റെ നാടകം നിർത്ത്, നീ തീർന്നടി, നിന്നെ വലിച്ചു കയറി ഒട്ടിക്കും, നിന്നെ അടിക്കും, എന്തൊക്കെയാണ് അപ്പാനി ഇതൊക്കെ പറഞ്ഞു കൂട്ടണേന്നറിയില്ല. അപ്പാനി പറയാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ആ അനുമോളോട് അത്രയ്ക്കും പറയുന്നുണ്ട്. എന്നിട്ടൊന്നും അനുമോൾ തിരിച്ച് പറയുന്നൊന്നുമില്ല. അവസാനം ഇതിനകത്ത് അനീഷ് കയറി ഇടപെടുകയാണ്. നീ എന്താ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചിട്ടില്ലേ, നീ പോയി ഗുളിക കഴിച്ചിട്ട് വാ, ശരത്തെ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി കാണിക്കരുത്, ഇതൊരു ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ്, അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസരത്തിൽ ഇത്തരത്തെയും തരം താഴ്ന്ന് നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അന്ന് നിനക്ക് ഞാൻ കണ്ടൻറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞ് അനീഷേൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതും കൊണ്ട് ആ പണി ശരത് അവിടെ നിന്ന് തിരിച്ച് എവിടെ എത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അക്ബറിൻ്റെ അടുത്തും അതേപോലെ തന്നെ ആദിലേൻ്റെ അടുത്തുമാണ് വന്നെത്തുന്നത്. അപ്പോൾ ആദിലയും അക്ബറും അനുമോളുടെ കുറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആ പണ്ടാരം അനുമോളെയാണ് പറയുന്നത്, ആദിലെയാണ് പറയുന്നത്. അത്രയും സുഹൃത്തായിരുന്ന ആദിലെയാണ് അനുമോളെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. ഇന്നലെ മനഃപൂർവ്വമാണ് അവൾ ആ കിച്ചണിൽ കിടന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയത്. 2 ദോശ, ഞാൻ അപ്പോഴും പറഞ്ഞതാണ് 2 ദോശയല്ല അതിൽ കൂടുതൽ ദോശ ഉണ്ടാക്കണം. അവളാണ് അത് സമ്മതിക്കാതിരുന്നത്. അവൾ എന്നിട്ട് വേറെ ഫേസിലുള്ള വേറെ സ്റ്റോറി അവൾ മസ്താനീൻ്റെ അടുത്തും പ്രവീണിൻ്റെ അടുത്തും പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കറക്റ്റായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് അതൊന്നും കേൾക്കാൻ പറ്റിയില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ വന്ന് വർത്തമാനം പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ സമയത്ത് തന്നെ എനിക്കത് മനസ്സിലായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ച് മറുപടി ഇല്ല. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അവൾക്ക് ഒന്നിനും ഉത്തരമില്ല. അവൾ എന്നോട് പോയിക്കോ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അവൾക്ക് ഉത്തരം മുട്ടുകയെന്ന് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അതിൽ പറയുന്നുണ്ട്.